തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടികയിൽ പേരിലും വിലാസത്തിലും വാർഡിലും സംഭവിച്ച പിശകുകൾ തിരുത്താനാവാതെ ജനം വലയുന്നു. 5 ദിവസത്തിനിടെ 18,000 പേർ മാത്രമാണ് തിരുത്തലിന് അപേക്ഷിച്ചത്. 2.66 കോടി വോട്ടർമാരുള്ള പട്ടികയിലെ മറിമായം ഭൂരിപക്ഷം പേരും അറിഞ്ഞിട്ടില്ല. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ സംഭവിച്ച തെറ്റുകൾ തിരുത്താൻ അപേക്ഷിച്ചാൽ മാത്രം പോരാ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുൻപാകെ ഹിയറിംഗ് നോട്ടീസ് പ്രകാരം നേരിട്ട് ഹാജരാകുകയും രേഖകൾ സമർപ്പിക്കുകയും വേണം. വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ വാർഡുകളിലേക്ക് മുൻപത്തെ പട്ടികയിലെ വോട്ടർമാരെ പോളിംഗ് ബൂത്ത് പ്രകാരം ക്രമീകരിച്ചപ്പോഴാണ് പട്ടിക മാറി മറിഞ്ഞത്. പേരും വിലാസവും വീട്ടു നമ്പറും തിരുത്താൻ ഇന്നലെ വരെ അപേക്ഷ നൽകിയത് 2,281 പേരാണ്. വാർഡുകൾ മാറിപ്പോയവരിൽ 10,753 പേരും അപേക്ഷ നൽകി. രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായി രംഗത്തിറങ്ങിയതോടെ പട്ടികയിൽ ചേരാൻ 2.54 ലക്ഷം പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ഇവരും ഇആർഒ മുൻപാകെ ഹാജരാകണം. രാഷ്ട്രീയ പാർട്ടികളുടെ പരിശോധനയിൽ കണ്ടെത്തിയ തെറ്റുകൾ ഇങ്ങനെയാണ്: വാർഡുകൾ മാറി വോട്ടർമാരെ ചേർത്തു. വീട്ടു നമ്പറിലും വിലാസത്തിലും തെറ്റുണ്ട്. ഒരേ വീട്ടു നമ്പറിൽ പല വീട്ടുകാരുണ്ട്. ഒരു വീട്ടിലുള്ളവരാകട്ടെ പല വാർഡുകളിലുമുണ്ട്. ഒരു വീട്ടിലുള്ള വോട്ടർമാരെ തുടർച്ചയായും അല്ലാതെയും ക്രമനമ്പറുകൾ മാറിയും ബൂത്ത് മാറിയും ഉൾപ്പെടുത്തി. പോളിംഗ് ബൂത്തുകളുടെ വാർഡ് മാറിയതായും കണ്ടെത്തി. ഒരു വാർഡിന്റെ പരിധി ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് വാർഡിന്റെ പരിധി മാറ്റിയതുമായി ബന്ധപ്പെട്ട് അടുത്ത വാർഡിൽ നിന്നുള്ള ആളുകളെ മറ്റു വാർഡുകളിലേക്ക് കൂട്ടിച്ചേർത്ത് യഥാർത്ഥ വാർഡിൽ വരേണ്ട ആളുകളെ അവിടുന്ന് മാറ്റി അങ്ങനെ വോട്ടുകൾ ഒട്ടേറെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷവും CPM ഒക്കെ ഇതിന് വ്യാപകമായിട്ടുള്ള ഈ ക്രമക്കേടിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പട്ടികയിൽ കൂട്ടത്തോടെ വോട്ടർമാർ മാറിയ പിഴവുകൾ സ്വമേധയാ തിരുത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇആർഒമാരോട് നിർദ്ദേശിച്ചെങ്കിലും നടപടി വൈകും. വാർഡ് മാറി തെറ്റായി ഉൾപ്പെടുത്തിയവരുടെ പട്ടിക ഇആർഒ തയ്യാറാക്കി ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ച് 7 ദിവസം കാത്തിരിക്കണം. പരാതി ലഭിച്ചാൽ അതുകൂടി പരിശോധിച്ചു വേണം നടപടി. പോളിംഗ് സ്റ്റേഷൻ മാറിപ്പോയ കേസുകൾ തിരുത്താൻ കളക്ടർ മുഖേന കമ്മീഷന്റെ അനുമതി തേടണം. ഇടുക്കി വിഷൻ, കുമളി.